ഇതുപോലുള്ള അണുബാധകൾ വരുന്നത് തടയാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? തീർച്ചയായിട്ടും പണ്ട് കോവിഡ് സമയത്തൊക്കെ നമ്മൾ ഹാൻഡ് വാഷ് ചെയ്തതുപോലത്തെ ഹാൻഡ് വാഷിങ്, കൈകാലുകളും മുഖമൊക്കെ ശരിക്ക് പുറത്തൊക്കെ ഇറങ്ങി വന്നാലോ ഇനി അല്ലാത്ത സമയത്തോ ശരിക്കും വൃത്തിയാക്കി സൂക്ഷിക്കുക എന്നുള്ളതാണ് സോപ്പ് വെള്ളത്തിൽ. പിന്നെ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ ഭാഗത്ത് മാസ്ക് ഉപയോഗിക്കുക ക്രൗഡഡ് പ്ലേസിലോട്ടൊക്കെ പോകുമ്പോൾ. പിന്നെ എന്തെങ്കിലും റെസ്പിറേറ്ററി ഇൻഫെക്ഷനൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അവരിൽ ഒന്ന് ഐസൊലേറ്റ് ചെയ്ത് വെക്കുക. പിന്നെ ഫ്ലൂവിനെതിരെ എടുക്കുന്ന ഒരു വാക്സിൻ കുറച്ചൊക്കെ ഇത്തരം കാര്യങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാൻ സാധ്യതയുള്ളത് കൊണ്ട് ഒരു ഫ്ലൂ വാക്സിൻ എടുക്കുന്നത് നല്ലതാണ്. പിന്നെ ആരോഗ്യപരമായിട്ടുള്ള ജീവിതശൈലി അനുവർത്തിക്കുക, വ്യായാമം, ഭക്ഷണം, ഇതൊക്കെ കൂടുതൽ അനുവർത്തിക്കുക. കോവിഡ് പോലെ കൂടുതലായിട്ട് സ്പ്രെഡ് ചെയ്യുന്നൊരു അസുഖമല്ല അത്. ഇതിൻ്റെ ഒരു R0 റേഷ്യോ എന്ന് പറയുന്നത് അതൊരു 1.5 or 2ൻ്റെ അടുക്കാണെന്നാണ് തോന്നുന്നത്. അങ്ങനെ കൂടുതൽ പേരിലേക്ക് പെട്ടെന്ന് അങ്ങോട്ട് വ്യാപിക്കുന്ന ഒരു അസുഖമല്ല. തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ള ആരും ഇതിൽ വല്ലാണ്ട് പാനിക് ആവേണ്ട.